സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ സാക്ഷരതയുള്ള ജനങ്ങൾ കാണിക്കുന്ന പൊട്ടത്തരം കാണുന്ന സമയത്താണ് നമ്മൾ ഒരുപാട് ലജ്ജിച്ചു പോകുന്നത്. മാളികപ്പുറം സിനിമ കാണാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും. അതിനകത്ത് ദേവനന്ദ അഭിനയിച്ച ആ കുട്ടിയെക്കുറിച്ച് എനിക്കൊന്ന് ആ കുട്ടിയുടെ ഓരോ ഇൻ്റർവ്യൂസ് വരുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് മുന്നിൽ വരുന്നത്. ആ കുട്ടിക്ക് ഒരുപാട് പക്വതയോടെ സംസാരിക്കുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവളെന്താണ് അമ്മൂമ്മയാണ്, അവൾക്ക് 60 വയസ്സുണ്ട്, ഇത്തരത്തിലേക്ക് പറയുന്ന അത്രയും ലജ്ജ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കേരളീയർ ഉള്ള ഒരു സ്ഥലമാണിതെന്ന് പറയുന്നത്. പക്ഷെ അതിലപ്പുറത്തേക്ക് ആ കുട്ടിയെ കണ്ട സമയത്ത് ഒരു മധ്യവയസ്കനായിട്ടുള്ള അദ്ദേഹമാണ് ഈ പറയുന്ന കാല് തൊട്ട് തൊഴിയത്. മാളികപ്പുറം എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം കാല് തൊട്ട് തൊഴിയെന്ന് പറയുന്നത്. അതൊരു സിനിമയാണ്, അതൊരു കലയാണ്. ആ കലയിൽ ആ വേഷം അഭിനയിച്ചു എന്നതിലപ്പുറത്തേക്ക് ആ കുട്ടി ആ തരത്തിലാവുന്നില്ല. അതല്ലെങ്കിൽ ഈ പറയുന്ന മാളികപ്പുറമായിട്ട് ഇത്തരത്തിലുള്ള വ്രതമൊക്കെ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകാൻ നിൽക്കുന്ന ഒരു കുട്ടി ആ സമയത്ത് പോയി എന്നാൽ പോലും കാല് തൊട്ട് തൊഴുവെന്നൊക്കെ പറയുന്നൊന്ന് ആലോചിച്ചു നോക്കി. അതൊക്കെ എത്ര തരത്തിലുള്ള അവസ്ഥയാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും സാക്ഷരതയുള്ള ഈ കേരളത്തിലാണ് സാക്ഷരതയില്ലാത്ത വിഡ്ഢികൾ കൂടി താമസിക്കുന്നത്.